മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ചും പാർട്ടിയെ തള്ളിപ്പറഞ്ഞും തീർത്തും സ്വതന്ത്ര പരിവേഷം അണിഞ്ഞിരിക്കുന്ന പി അൻവർ പറഞ്ഞ പോലെ തീപ്പന്തമാകാനൊരുങ്ങിയാൽ മലബാറിലെ CPM കോട്ടകൾ നിലം പരിശാകും. 2 ദിവസങ്ങളായി അൻവർ നൽകുന്ന സൂചനകൾ ഇതുതന്നെയാണ്. സ്വർണ്ണക്കടത്തും ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമൊക്കെയാണ് തർക്ക വിഷയമായതെങ്കിലും അൻവർ ഉന്നം വയ്ക്കുന്നത് പിണറായിയെയും മരുമകനെയും തന്നെയാണെന്ന് വ്യക്തം. കടുത്ത നിലപാടിലേക്ക് കടന്ന ശേഷം അൻവർ സൂചിപ്പിച്ച ഭാവി പരിപാടികൾ CPMന് വലിയ വെല്ലുവിളിയാകുമെന്നും ഇതോടെ ഉറപ്പാവുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്ന വലിയ വിമർശനമാണ് അൻവർ ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ മനസ്സുകൾ കൂട്ടത്തോടെ കയ്യിലാക്കി വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ന്യൂനപക്ഷക്കാർ വേട്ടയാടുകയാണ്. ഇതിന് കാരണം പോലീസിലെ RSS സ്വാധീനമെന്നാണ് അൻവർ ആരോപിച്ചിരിക്കുന്നത്. കൃത്യമായ കണക്കുകൂട്ടലോടെ അൻവർ നടത്തുന്ന നീക്കമാണിത്. രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നാലും കൃത്യമായ ന്യൂനപക്ഷ സ്വാധീനമുള്ള നിലമ്പൂരിലെ വോട്ടുറപ്പിക്കുകയാണ് അൻവർ. 16 മണ്ഡലങ്ങളിൽ ഇക്കാര്യം പ്രസംഗിക്കുമെന്നും അൻവർ വ്യക്തമാക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിൻ്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനും CPMനും അൻവറിൻ്റെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയില്ല. CPM ന്യൂനപക്ഷ മനസ്സിലേക്ക് ഇടം നേടിയത് പൗരത്വ ഭേദഗതി വിരുദ്ധ നിലപാടിലൂടെ ആയിരുന്നു. തുടർഭരണം എന്ന ചരിത്ര നേട്ടത്തിനും ഇത് വലിയ പങ്ക് വഹിച്ചു. അന്നുണ്ടായിരുന്ന സ്വാധീനം ഇന്ന് CPMന് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇല്ല. ഇടതിനൊപ്പം നിന്ന അൻവർ കൂടി ന്യൂനപക്ഷ വേട്ടയും ന്യൂനപക്ഷ വിരുദ്ധതയും CPMനെതിരെ ആരോപിക്കുമ്പോൾ ഇത് വലിയ ദോഷം ചെയ്യുമെന്ന് ഇനി ഉറപ്പാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവർ കടുത്ത ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും പ്രകോപനം പരമാവധി ഒഴിവാക്കാൻ CPM മുഖ്യമന്ത്രിയും ശ്രമിച്ചു വരുന്നത്. മലയോര മേഖലയിലെ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ മലയോര കർഷക ജനതയുടെ സംരക്ഷണമാണ് അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. കാര്യക്ഷമമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് കാലങ്ങളായി നിൽക്കുന്ന വിമർശനം കൂടി അൻവർ ആളിക്കത്തിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും CPM അനുകൂല ഇടങ്ങളിലും അൻവറിന് കിട്ടിവരുന്ന പിന്തുണ ഓരോ ദിവസം കഴിയും തോറും CPMന് തലവേദന വർദ്ധിപ്പിക്കുകയാണ്. അൻവർ വിഷയത്തിൽ മന്ത്രിമാരിടുന്ന പോസ്റ്റുകൾ പോലും അൻവർ അനുകൂലികൾ ആറാടി കരിയടിച്ച് ആഘോഷിക്കുകയാണ്. ഇതിനൊക്കെ മറുമരുന്നെന്നോണം അൻവർ ശത്രുവാണെന്ന് അണികളെ ആദ്യം ബോധ്യപ്പെടുത്താനാണ് CPM നേതൃത്വം ശ്രമിച്ചു വരുന്നത്. തെരുവിൽ പ്രവർത്തകരെയും അണികളെയും ഇറക്കിയുള്ള പ്രതിഷേധവും കോലം കത്തിക്കലും വരെ നടത്തിയിട്ടും അതൊന്നും അത്ര കണ്ടു യേശുന്നില്ല. വലിയ നേതാക്കൾ പാർട്ടി വിട്ടു പോയപ്പോൾ പോലും ഇല്ലാതിരുന്ന പ്രതിസന്ധിയാണ് CPM അക്ഷരാർത്ഥത്തിൽ നേരിടുന്നത്. നേരത്തെ റിബലായി മാറുന്ന കുലം കുത്തികളെ നേരിട്ട രീതിയിൽ ഇന്ന് നടപ്പിലാക്കാനുള്ള ശേഷിയും CPMന് ഇപ്പോഴില്ല. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നവർ അൻവർ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് ബന്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. പാർട്ടി അംഗം പോലുമല്ലാത്ത അൻവറിനെ പാർട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച CPM സംസ്ഥാന സെക്രട്ടറി അൻവറുമായി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ആരാണ് അൻവറിനെ വളർത്തിയതെന്നും പാർട്ടി അച്ചടക്കമെന്ന ചങ്ങലയില്ലാതെ അഴിച്ചുവിട്ടതെന്നും അറിയാവുന്നവരാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ എന്നത് CPM മറന്നു പോകരുത്. ചില പുഴുക്കുത്തലുകൾ ചോദ്യം ചെയ്തപ്പോൾ അൻവർ CPMന് ആരും അല്ലാത്തവനായി. P ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പിണറായി വിജയൻ്റെ ഓഫീസിലെ ഉന്നതനെന്ന ബലത്തിൽ കിട്ടുന്ന പരിരക്ഷ CPMന് വല്ലാത്ത ബാധ്യതയായി. അൻവറിൻ്റെ പിന്നാമ്പുറ കഥകൾ ചികഞ്ഞിറക്കി പ്രദർശനശാലയിൽ വെച്ചാലും വലതുപക്ഷത്തിൻ്റെ കോടാലിയായി ചിത്രീകരിച്ചാലും അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയായി ശേഷിക്കുന്നുണ്ടെന്ന് CPM ഓർക്കണം. അത് ബോധപൂർവം മറന്നാൽ പടുകുഴിയിലേക്കായിരിക്കും പാർട്ടിയുടെ പോക്ക്. തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ഒരാൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല
ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ പുറത്താക്കിയും കുലംകുത്തിയാക്കിയും നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞാലൊന്നും പാർട്ടി വിട്ടുപോകുന്നവരുടെ എണ്ണം കുറയാൻ സാക്ഷാൽ പിണറായിക്കും ഗോവിന്ദനും കഴിയില്ല.